Hi everyone, welcome to Financial Management class. First we will discuss the difference between operating leverage and financial leverage. On the basis of objective, operating leverage magnifies the effect of changes in sales volume on operating profit. At the same time, financial leverage magnifies the effect of changes in EBIT on EPS. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ സെയിൽസിലുണ്ടാകുന്ന ചേഞ്ചസിനെ മാഗ്നിഫൈ ചെയ്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനാണ് നമ്മൾ EBIT, ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. സോ സെയിൽസിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചിനെ മാഗ്നിഫൈ ചെയ്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഉള്ള വലിയ ചേഞ്ചാക്കി മാറ്റുന്ന ഫിനോമിനാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആയിട്ടുള്ള EBITയിലുള്ള ചെറിയ ചേഞ്ചസിനെ മാഗ്നിഫൈ ചെയ്ത് വലിയ ചേഞ്ചായിട്ട് EPSൽ കാണിക്കുന്നു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. Second difference, on the basis of relationship, operating leverage establishes relationship between EBIT and sales, whereas financial leverage establishes relationship between EBIT and EPS. ഓപ്പറേറ്റിംഗ് ലിവറേജ് EBITയും സെയിൽസും തമ്മിലാണ് ഉള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് EBITയും EPSും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് മെഷർമെൻറ്റ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷേഴ്സ് എ ഫേംസ് എബിലിറ്റി ടു യൂസ് ഫിക്സഡ് കോസ്റ്റ് അസെറ്റ്സ് ടു മാഗ്നിഫൈ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, വേറസ് ഫിനാൻഷ്യൽ ലിവറേജ് മെഷേഴ്സ് ഫേംസ് എബിലിറ്റി ടു യൂസ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് ടു മാഗ്നിഫൈ ദ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് firm's ability to magnify operating profit due to the presence of fixed cost asset. നേരെ മറിച്ചിട്ട് ഫിനാൻഷ്യൽ ലിവറേജ് മെഷർ ചെയ്യുന്നത് ഫേംസ് എബിലിറ്റി ടു മാഗ്നിഫൈ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതിനാണ് EPS എന്ന് പറയുന്നത്. EPSനെ മാഗ്നിഫൈ ചെയ്യുന്നു ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഫണ്ട്സ്, അതായത് ഡെപ്റ്റ് ഫണ്ട്സ്. That is the third difference. Fourth difference, on the basis of decision, operating leverage is concerned with the investment decision, whereas financial leverage is concerned with the capital structure decision or financing decision. On the basis of risk, operating leverage involves operating risk of being unable to cover fixed operating cost, whereas financial leverage involves the financial risk being unable to cover fixed financial cost. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് റിസ്ക് ആണ്. അതായത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കവർ ചെയ്യാനുള്ള ഇനബിലിറ്റിയാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിലൂടെ വരുന്ന ഓപ്പറേറ്റിംഗ് റിസ്ക്. നേരെ മറിച്ചിട്ട് ഫിനാൻഷ്യൽ റിസ്ക് ആണ് ഫിനാൻഷ്യൽ ലിവറേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റും നൽകാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയ്ക്കാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ റിസ്ക്, വേറസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് related to operating risk. Last difference, operating leverage relates to asset side of balance sheet, whereas financial leverage relates to liability side of balance sheet. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. These are the differences between operating leverage and financial leverage.
So now let us discuss the third type of leverage, that is called combined leverage or composite leverage. Both operating leverage and financial leverage magnify the returns, and there is combined effect of these leverages on income. Both the leverages are closely concerned with the firm's capacity to meet its fixed cost, that is both operating and financial cost. In case both the leverages are combined, the result obtained will disclose the effect of changes in sales over changes in taxable profit. സോ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് പഠിച്ചു, ഫിനാൻഷ്യൽ ലിവറേജും പഠിച്ചു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റിനെയാണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അതായത് സെയിൽസിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചിനെ മാഗ്നിഫൈ ചെയ്തുകൊണ്ട് EPS, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആയിട്ടുള്ള EPS വലിയൊരു ചേഞ്ച് ആക്കി മാറ്റുകയാണ്. ഇത് രണ്ട് ലിവറേജും കൂടി കമ്പൈൻ ചെയ്താണ് അത് സംഭവിക്കുന്നത്. ആ തരം ലിവറേജിനെയാണ് കമ്പൈൻ ലിവറേജ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലിവറേജ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നോക്കാം. കോമ്പോസിറ്റ് ലിവറേജ് ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് മൾട്ടിപ്ലൈഡ് ബൈ ഫിനാൻഷ്യൽ ലിവറേജ്, ഓർ കോമ്പോസിറ്റ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. സോ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്നുകിൽ കോമ്പോസിറ്റ് ലിവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജിനെ ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷനെ EBT കൊണ്ട് ഡിവൈഡ് ചെയ്യുക. A proper combination of OL and FL is good for the company's growth. Combined leverage enables us to know the overall risk assumed by the firm, and it reflects the combined effect of operating risk and financial risk. So, combined leverage അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലിവറേജ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓവറോൾ റിസ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് റിസ്കിൻ്റെയും ഫിനാൻഷ്യൽ റിസ്കിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഓവറോൾ റിസ്കിനെയാണ് കമ്പൈൻഡ് ലിവറേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Combined leverage can work in both directions. If sales increases, EPS will also increase, and this is a favorable situation. അപ്പോൾ കമ്പൈൻഡ് ലിവറേജിലൂടെ സെയിൽസിലുണ്ടാകുന്ന ചെറിയ ചേഞ്ച് EPSലുണ്ടാകുന്ന വലിയ ചേഞ്ച് ആയിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. സോ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കമ്പൈൻഡ് ലിവറേജ് ഫേവറബിൾ ആയിരിക്കും. On the other hand, if sales decrease, EPS will also decrease, and it is an unfavorable situation. So സെയിൽസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലോസ് വലിയൊരു നഷ്ടമായിട്ട് EPSൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. That is called overall risk related to combined leverage. Now let us explain this with the help of an example. The following particulars are available. Sales rupees 1 lakh, variable cost rupees 70,000, fixed cost rupees 20,000, long term loans rupees 50,000 at 10%, compute operating leverage, financial leverage and combined leverage. ഇപ്പോൾ തന്നിട്ടുള്ള ഡേറ്റയിൽ ഇൻട്രസ്റ്റ് നേരിട്ട് തന്നിട്ടില്ല, ബാക്കി എല്ലാ ഇൻഫർമേഷനും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിന് പകരം ലോങ് ടൈം ലോൺ ആണ് തന്നിട്ടുള്ളത്. ലോങ് ടൈം ലോൺ 50,000 ആണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. സോ 10% ഓഫ് 50,000, ദാറ്റ് ഈസ് 5,000 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് ഈ പ്രോബ്ലത്തിൽ വരിക. അപ്പോൾ ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം EBITയും EBTയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ സെയിൽസ് 1 lakh ആണ്. അതിന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക. വേരിയബിൾ കോസ്റ്റ് 70,000 ആണ്. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. സോ കോൺട്രിബ്യൂഷൻ ഈസ് 30,000. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഈസ് 30,000 ലെസ്
that means minus fixed cost 20,000, so EBIT is 10,000. Then EBIT minus interest is 5,000, so 10,000 minus 5,000 is EBT, which comes 5,000. Now operating leverage is equal to contribution divided by EBIT. Contribution is 30,000, EBIT is 10,000, so operating leverage is 30,000 divided by 10,000 is equal to 3. Financial leverage is equal to EBIT divided by EBT. EBIT is 10,000, EBT is 5,000, so financial leverage is equal to 2. Combined leverage is equal to contribution divided by EBT, that is 30,000 divided by 5,000, which comes 6. Or another way is combined leverage is equal to operating leverage multiplied by financial leverage, that way also 3 into 2, which is equal to 6. So combined leverage is 6. The combined leverage 6 indicates that 1% increase in sales will bring in 6% increase in earnings before tax or EBT. അതായത് ഈ ഓർഗനൈസേഷൻ്റെ കമ്പൈൻഡ് ലിവറേജ് 6 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസിൽ 1% ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് 1% ഇൻക്രീസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ EPS എന്ന് പറയുന്നത് ഉണ്ടാവുന്ന വ്യത്യാസം 6%, അതായത് 6 ടൈംസ് ആണ് അവിടെ മാഗ്നിഫിക്കേഷൻ സംഭവിക്കുന്നത്. അതാണ് കമ്പൈൻഡ് ലിവറേജിൻ്റെ മീനിങ്. ഓക്കെ, hope you understood the concept of combined leverage. Let us conclude today's discussion. Thank you.